السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വളായിഫ് റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, റമളാനിൻ്റെ മഹത്വം, നോമ്പിൻ്റെ മഹത്വം, അതുപോലെ റമളാനിലെ കർമ്മങ്ങൾ എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഫസ്ലാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഖ്തസർ, അതിൽ ദുർബലമായിട്ടുള്ള അസറുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള അതിൻ്റെ ഒരു മുഖ്തസർ. അതിൽ നോമ്പിൻ്റെ ഫളിനെ അറിയിക്കുന്ന ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് നാം വായിച്ചത്. എന്തുകൊണ്ടാണ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം ചേർത്തി പറഞ്ഞത്, അതുപോലെ നോമ്പുകാരൻ്റെ രണ്ട് സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അടുത്തത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നു, ഖൗലുഹു വലഖുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. വലഖുലൂഫു ഫമിസ്സായിം, നോമ്പുകാരൻ്റെ വായിൽ നിന്നുള്ള ഗന്ധം, അത്യബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വിശിഷ്ടമായതാണ്, മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ ഗന്ധത്തിനേക്കാൾ വിശിഷ്ടമായതാണ്. എന്താണ് ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അടുത്തത് പറയുന്നത്. ഖുലൂഫു ഫം, വായിലെ ഗന്ധം എന്ന് പറഞ്ഞാൽ റായിഹതു മാ യതസാഅദു മിൻഹു മിനൽ അബ്ഖിറ, വായിൽ നിന്നുള്ള വരുന്ന കാറ്റിൽ നിന്ന്, അല്ലെങ്കിൽ വായിൽ നിന്ന് ഉണ്ടാകുന്ന അഗന്ധം. ലിഖുലൂവിൽ മഅദതി മിനത് ത്വആമി ബിസ്സിയാം, നോമ്പുകാരൻ ഭക്ഷണം കഴിക്കാത്തതിനാൽ അവൻ്റെ വയറ് കാലിയായതുകൊണ്ട് ഉണ്ടാകുന്ന അഗന്ധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹിയ റായിഹത്തുൻ മുസ്തക്രിഹത്തുൻ ഫി മശാമിന്നാസി ഫി ദുനിയ, അത് ജനങ്ങളുടെ മൂക്കിന് അഥവാ അവർ മണക്കുന്നതിന് അവർക്ക് ഇഷ്ടമില്ലാത്ത വെറുപ്പുണ്ടാക്കുന്ന ഒരു ഗന്ധമാണ്. ലാകിന്നഹ ത്വയ്യിബത്തുൻ ഇൻദല്ലാഹി ഹൈസു കാനത്ത് നാശിഅത്തൻ അൻ ത്വഅതിഹി വബ്തിഗാഇ മർളാതിഹി, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വിശിഷ്ടമായതാണ്, കാരണം അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടുമുള്ള ഒരു കർമ്മത്തിലൂടെ വന്ന ഗന്ധമായതിനാൽ. കമാ അന്ന ദമ ഷഹീദി യജീഉ യൗമൽ ഖിയാമ യസ്അബു ദമൻ, ഏതുപോലെ ഷഹീദായി കൊല്ലപ്പെടുന്ന ഒരു വ്യക്തിയുടെ രക്തം നാളെ പരലോകത്ത് രക്തം ഒഴുകുന്ന അവസ്ഥയിൽ അവൻ വരും. ലൗനുഹു ലൗനുദ്ദം, അവൻ്റെ രക്തത്തിൻ്റെ നിറമാണ്, ചുവപ്പ് നിറം തന്നെ ആയിരിക്കും. വരീഹു റീഹുൽ മിസ്ക്, പക്ഷേ അതിൻ്റെ ഗന്ധം കസ്തൂരിയെ പോലെ ആയിരിക്കും. അപ്പോൾ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടും മനുഷ്യർക്കിടയിൽ ദുനിയാവിൽ അത്ര ഇഷ്ടമില്ലാത്ത വെറുപ്പുണ്ടാക്കുന്ന ഗന്ധമാവട്ടെ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിശിഷ്ടമായിരിക്കുമെന്ന്. വഫി തീബി റീഹി ഖുലൂഫി ഫമിസ്സായിം ഇൻദല്ലാഹി അസ്സ വജൽ മഅനയാൻ, ഇവിടെ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം എന്നുള്ള ഈ ഒരു വാക്കിന് രണ്ട് ആശയങ്ങളുണ്ട്. അഹദുഹുമ, അതിലൊന്ന് അന്ന സുയാമ ലമ്മ കാന സിർറൻ ബൈനൽ അബ്ദി വറബ്ബിഹി, നോമ്പ് എന്നത് അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയിലുള്ള ഒരു രഹസ്യമായതുകൊണ്ട് തന്നെ ദുനിയാവിൽ അൽഹറഹുല്ലാഹു ഫിൽ ആഖിറതി അലാനിയതൻ ലിൽ ഖൽഖ്, നാളെ പരലോകത്ത് അല്ലാഹു തആല ഈ ഗന്ധത്തെ ആളുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഈ കർമ്മത്തിന് ആളുകളുടെ മുമ്പിൽ പ്രകടമാക്കുന്നു, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. ലിയശ്തഹിറ ബിദാലിക അഹ്ലുസ് സിയാം വയുഅറഫു ബിസിയാമിഹിം ബൈനൻ നാസി ജസാഅൻ ലിഇഖ്ഫാഇഹിം സിയാമഹും ഫിദ്ദുനിയ. ലിയശ്തഹിറ ബിദാലിക അഹ്ലുസ് സിയാം, നോമ്പുകാർ അതിലൂടെ, അഥവാ നാളെ പരലോകത്താണ് ആ ഗന്ധമുണ്ടാവുക എന്ന ആശയമാണ് ഒന്നാമത്തെ പറയുന്നത്. അപ്പോൾ ആ ഗന്ധമുണ്ടാകുന്നത് എന്തിനാണ്? നോമ്പുകാർ നാളെ അവിടെ പ്രസിദ്ധി ആർജിക്കാൻ,
വയുറഫു ബി സിയാമിഹിം ബൈനന്നാസ്, അവരുടെ നോമ്പ് കാരണം കൊണ്ടാണ് ഇതുണ്ടായത് എന്നുള്ള നിലയ്ക്ക് അവരറിയപ്പെടാൻ, ജസാഅൻ ലി ഇഖ്ഫാഇഹിം സിയാമഹും ഫിദ്ദുനിയ, ദുനിയാവിൽ അവരുടെ നോമ്പ് അവർ മറച്ചു വെച്ചത് കൊണ്ട് അതിനുള്ള പ്രതിഫലമായിക്കൊണ്ടാണ് അതുണ്ടാകുന്നത്. പരലോകത്താണ് ആ ഗന്ധം അത്ര മഹത്തരമായി ഉണ്ടാവുക എന്നുള്ളത്. വൽമഅന الثاني, രണ്ടാമത്തെ ആശയം, അന്ന മൻ അബദല്ലാഹു വഅതാഅഹു വതലബ റിളാഹു ഫിദ്ദുനിയ ബിഅമലിൻ, ഒരടിമ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടും ദുനിയാവിൽ ഒരു അമല് ചെയ്താൽ, ഫനശഅ മിൻ അമലിഹി ആഥാറുൻ മക്രൂഹത്തുൻ ലിന്നുഫൂസി ഫിദ്ദുനിയ, അങ്ങനെ മനുഷ്യർക്ക്, മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത വെറുപ്പുണ്ടാകുന്ന ചില അനന്തര ഫലങ്ങൾ അതിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു കർമ്മം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിത്തരുന്നതാണ്, പക്ഷെ അതിൻ്റെ അനന്തരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തുണ്ടാകുന്നു, ദുനിയാവിലെ ആളുകൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഗന്ധമോ മറ്റൊക്കെ ഉണ്ടാകുന്നു വിചാരിക്കാം. ഫൈന തിൽക്കൽ ആഥാർ ഗൈറു മക്രൂഹത്തിൻ ഇൻദല്ലാഹ്, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ അനന്തരമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ബൽ ഹിയ മഹ്ബൂബത്തുൻ ലഹു വത്വയ്യിബത്തുൻ ഇൻദഹു, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും വിശിഷ്ടമായതുമാണ്. ലികൗനിഹാ നശഅത് അൻ തഅഅതിഹി വത്തിബാഇ മർളാതിഹി, എന്താ അതിനുള്ള കാരണം എന്താണ്? കാരണം ആ ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യം എന്താവട്ടെ, ഗന്ധോ കാഴ്ചയോ എന്തോ ആവട്ടെ, അതുണ്ടായിട്ടുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അള്ളാഹുവിൻ്റെ തൃപ്തി പിൻപറ്റുന്നതിലുമാണ്. ഫഇഖ്ബാറുഹു ബിദാലിക ലിൽആമിലീന ഫിദ്ദുനിയ ഫീഹി തത്യീബുൻ ലിഖുലൂബിഹിം, അത് അല്ലാഹു തആല ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ അറിയിക്കുന്നത് അവരുടെ കൽബിന് അത് ഒരു സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ലിഅല്ലാ യുക്റഹ മിൻഹും മാ വുജിദ ഫിദ്ദുനിയ, അവർക്ക് ഈ ദുനിയാവിലുണ്ടാകുന്നത് അവർക്കൊരു വെറുപ്പില്ലായിരിക്കാൻ വേണ്ടിയിട്ട്. അഥവാ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഗന്ധം വരുന്നല്ലോ, അല്ലെങ്കിൽ നിസ്കരിച്ചുകൊണ്ട് എൻ്റെ നെറ്റിയിൽ അടയാളം വരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക. ആളുകൾ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കാണുമ്പോൾ മോശമായി തോന്നുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വിചാരിക്കുക. അപ്പോൾ അത് ദുനിയാവിൽ ആ ചെയ്യുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഒരു വെറുപ്പുണ്ടാവരുത്. നോമ്പെടുക്കുന്ന ഒരാൾ അയാൾ വിചാരിക്കുക എൻ്റെ വായന്ന് ഇങ്ങനെ ഗന്ധം വരിക, അപ്പോൾ ഇങ്ങനെ ആളുകളോട് സംസാരിക്കുക, ഇത് നോമ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കാൻ, അതിൻ്റെ മഹത്വം അറിയിക്കാനാണ് അള്ളാഹു ഇത് അറിയിച്ചിട്ടുള്ളത്. കുല്ലു ഷൈഇൻ നാഖിസിൻ ഫീ ഉർഫിൻ നാസി ഫിദ്ദുനിയ, ജനങ്ങൾ ദുനിയാവിൽ അവരുടെ രീതിയിൽ അവരുടെ ഇടയിൽ അതൊരു കുറവാണ് എന്നറിയപ്പെടുന്ന ഏത് കാര്യമാവട്ടെ, ഇദൻതസബ ഇലാ തഅഅതിഹി വറിളാഹു ഫഹുവൽ കാമിലു ഫിൽ ഹഖീഖ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തുമ്പോൾ അത് അള്ളാഹുവിനുള്ള അനുസരണവും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന കാര്യവുമാണെങ്കിൽ അതാണ് പരിപൂർണമായിട്ടുള്ളത് അതിൻ്റെ യഥാർത്ഥത്തിൽ. അതായത് ആളുകൾക്കിടയിൽ ഒരു കുറവായിക്കൊണ്ട് ന്യൂനതയായിക്കൊണ്ട് അറിയപ്പെടുന്ന ഒരു കാര്യം ഏത് കാര്യമാവട്ടെ, പക്ഷെ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിനുള്ള അനുസരണവും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണെങ്കിൽ അതാണ് യഥാർത്ഥ പരിപൂർണത. എന്നിട്ട് പറയാണ് ഖുലൂഫു അഫ്വാഹി സ്വാഇമീൻ ലഹു അത്യബു മിൻ റീഹിൽ മിസ്ക്, അതുകൊണ്ടാണ് നോമ്പുകാരുടെ ഈ ഗന്ധം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അത് അത്രത്തോളം കസ്തൂരിയേക്കാൾ മഹത്തരമായത്. അതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അതുപോലെ എന്ന് പറയാണ് ഉരിയുൽ മുഹ്രിമീൻ ലിസിയാറത്തി ബൈത്തിഹി അജ്മലു മിൻ ലിബാസിൽ ഹുലൽ, ഏറ്റവും നല്ല അലങ്കാര വസ്ത്രത്തിനേക്കാൾ ഏറ്റവും ഭംഗിയുള്ളത് യഥാർത്ഥത്തിൽ ഇഹ്റാമിലാകുമ്പോൾ ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ വേണ്ടി ആ മുഹ്രിമീങ്ങൾ ഇഹ്റാമിലാകുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രമാണ്. അതായത് വെള്ളയും മാത്രമേ ഉള്ളൂ, 2 തുണിയേ ഉള്ളൂ. പക്ഷെ ഏറ്റവും നല്ല അലങ്കാരമുള്ള ഏതൊരു വസ്ത്രത്തിനേക്കാളും ഉത്തമമായത് അതാണ്. ഏതർത്ഥത്തിൽ? ഈ പറഞ്ഞർത്ഥത്തിൽ. നൗഹൽ മുദ്നിബീന അലാ അൻഫുസിഹിം മിൻ ഖശ്യതിഹി അഫ്ളലു മിന തസ്ബീഹ്, ഏതുപോലെയാണത്? ഒരാൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, സുബ്ഹാനല്ലാഹ് എന്ന് ചെയ്യുന്നു, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ നിലക്കുള്ള ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. അതിനേക്കാൾ അഫ്ളലാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു പാപം സംഭവിച്ച ഒരുത്തൻ അള്ളാഹുവിനോട് വിളിച്ചു തേടുന്ന, നിലവിളിച്ച് പറയുന്ന ആ ശബ്ദം. ഇൻകിസാറുൽ മുഖ്ബിത്തീന ലിഅളമതിഹി ഹുവൽ ജബർ, അള്ളാഹുവിന് മുമ്പിൽ താഴ്മ കാണിക്കുന്ന, വിധേയത്വം കാണിക്കുന്ന ആളുകൾ ആ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് മുന്നിൽ പൊട്ടിത്തകരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നേരാവണ്ണം നിൽക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. ദുല്ലുൽ ഖായിഫീന മിൻ സത്വതിഹി ഹുവൽ ഇസ്,
അള്ളാഹുവിൻ്റെ അധികാര ശക്തിക്ക് മുമ്പിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് കാണിക്കുന്ന വിധേയത്വമാണ്, താഴ്മയാണ് യഥാർത്ഥത്തിൽ ഇസ്സത്ത് എന്നുള്ളത്. ബദ്ലു നുഫൂസി ലിൽ ഖത്ലി ഫീ സബീലിഹി ഹുവൽ ഹയാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടാൻ വേണ്ടി സ്വന്തം ശരീരത്തെ കൊടുക്കുന്നത് അഥവാ ഷഹീദാവുക എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജൂഉസ്സായിമീൻ ലിഅജ്ലിഹി ഹുവ ശിബ്, അതുപോലെ തന്നെ നോമ്പുകാരൻ്റെ പട്ടിണി, അള്ളാഹുവിന് വേണ്ടി കിടക്കുന്ന പട്ടിണി, അതാണ് യഥാർത്ഥത്തിൽ വയർ നിറഞ്ഞ അവസ്ഥ എന്നുള്ളത്. ആതുഷുഹും ഫീ ത്വലബി മർദാതിഹി ഹുവ തിയ്യു, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് അനുഭവിക്കുന്ന ദാഹമാണ് യഥാർത്ഥത്തിൽ പാനീയങ്ങൾ കുടിച്ച് നിറഞ്ഞ അവസ്ഥ എന്നുള്ളത്. നസബുൽ മുജ്തഹിദീന ഫീ ഖിദ്മതിഹി ഹുവ റാഹ, അള്ളാഹുവിന് മുമ്പിൽ പരിശ്രമിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ആ ക്ഷീണം, അതാണ് യഥാർത്ഥത്തിൽ റാഹത്ത് എന്ന് പറയുന്നത്, അഥവാ അതാണ് യഥാർത്ഥത്തിൽ ആശ്വാസം എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ബൈത്ത് കൊടുക്കുകയാണ്, ദുല്ലുൽ ഫതാ ഫിൽ ഹുബ്ബി മക്റുമത്തുൻ വഖുദൂഉഹു ലിഹബീബിഹി ഷറഫു, ഒരു ഇഷ്ടത്തിന് വേണ്ടി ഒരു യുവാവ് താഴ്മ കാണിക്കുക എന്നുള്ളത് അത് ആദരവുള്ള ഒരു കാര്യമാണ്. താൻ ഇഷ്ടപ്പെടുന്ന തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നിനു മുമ്പിൽ താഴ്മ കാണിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഷറഫാണ് എന്നുള്ളത്. അത് വേറെ പൊതുവായിട്ട് പറയുന്നൊരു കാര്യമാണെങ്കിലും ഇവിടെ അള്ളാഹുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ താഴ്മ കാണിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഷറഫ്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഹബ്ബത്തിൽ യൗമ അലൽ ഖുലൂബി നഫ്ഹത്തുൻ മിൻ നഫ്ഹാത്തി നസീമിൽ ഖുറബ്, അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു ഹിബയായിട്ട് നൽകുന്നു. നാളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നു. എങ്ങനെ? ലമ്മാ സുൽസിലു ശൈത്താനു ഫീ ഷഹ്രി റമളാൻ, റമളാനിൽ പിശാചുക്കളെ ബന്ധിതമാക്കപ്പെടുമ്പോൾ, വഖമദത് നീറാനു ഷഹ്വാത്ത് ബിസ്സിയാം, അവിടെ ഷഹ്വത്തിൻ്റെ തീജ്വാലകളെ നോമ്പ് കൊണ്ട് കെടുത്തിക്കളയുമ്പോൾ അല്ലെങ്കിൽ അണക്കുമ്പോൾ, ഇൻഅസല സുൽത്താനുൽ ഹവ, അവിടെ ഹവയുടെ ആധിപത്യം അവിടെ ഒഴിഞ്ഞു പോകുന്നു. വസാറത്തി ദൗലത്തു ലിഹാകിമിൽ അഖ്ൽ ബിൽ അദ്ൽ, തൻ്റെ ശരീരം എന്നുള്ളത് ഇവിടെ ദൗലത്ത് ഉദ്ദേശിക്കുന്നത് തൻ്റെ ശരീരം, തൻ്റെ നഫ്സ്, മനസ്സ് എന്നുള്ളതൊക്കെ ബുദ്ധി ആലോചിച്ച് നീതിപൂർവം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ മനുഷ്യനാകുന്നു. ഫലം യബ്ഖലിൽ ആസി ഉദ്റുൻ, എന്നിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ച് പാപം ചെയ്യുന്ന ഒരുവന് ഒരു ഉദ്റും പിന്നെ ബോധിപ്പിക്കാനുണ്ടാവുകയില്ല എന്നുള്ളത്. അഥവാ ഈ നോമ്പിന് അള്ളാഹു തആല റമളാനിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഈ ഒരു രീതികൾ എന്നിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നതാണെങ്കിൽ എന്ത് ഉദ്റാണ് അവൻ അള്ളാഹുവിനോട് ബോധിപ്പിക്കുക. എന്നിട്ട് ചില വാചകങ്ങൾ ഇബ്നു റജബ് കൊടുക്കുകയാണ്. യാ ഗുയൂമൽ ഗഫ്ലതി അലിൽ ഖുലൂബി തഖശ്ശഇ, അശ്രദ്ധയുടെ മൂടുപടലങ്ങളെ കൽബിൽ നിന്ന് അത് നിങ്ങൾ മാഞ്ഞു പോകും, നീങ്ങിപ്പോകൂ. യാ ശുമൂസ തഖ്വ വൽ ഈമാനി തുലഇ, ഈമാനിൻ്റെയും തഖ്വയുടെയും വെളിച്ചമേ, നീ സൂര്യനെ എന്ന് വിളിച്ചിട്ട് അത് നീ ഉയർന്നു വരൂ, നീ വെളിവാകൂ. യാ സഹായിഫ അഅമാലി സ്വാലിഹീൻ ഇർതഫഇ, സൽക്കർമ്മങ്ങളുടെ ഏടുകളെ അത് ഉയരൂ, നീ ഉയരൂ. യാ ഖുലൂബ സ്വാഇമീൻ ഇഖ്ശഇ, നോമ്പുകാരുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഭയപ്പെടൂ അള്ളാഹുവിനെ. യാ ഖുദാമൽ മുജ്തഹിദീന അസ്ജുദി ലിറബ്ബികി വർക്കഇ, അള്ളാഹുവിന് മുമ്പിൽ പരിശ്രമിക്കുന്ന ആളുകളുടെ കാലുകളെ നിങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സുജൂദും റുകൂഉം നിർവഹിക്കൂ. യാ ഉയൂനൽ മുതഹജ്ജിദീന ലാ തഹ്ജഇ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾ ഉറക്കമില്ലാതെ നിങ്ങളുടെ കണ്ണുകൾ ഉണർന്നിരിക്കട്ടെ. യാ ദുനൂബത്ത ഇബീന ലാ തർജിഇ, തൗബ ചെയ്ത് മടങ്ങുന്നവരുടെ പാപങ്ങളെ നിങ്ങൾ മടങ്ങാതിരിക്കുക, ഇനിയും ആ പാപങ്ങൾ വരാതിരിക്കുക. യാ അർദൽ ഹവാ ബുലഇ മാഅക് വയാ സമാഉ നുഫൂസി അഖ്ലിഇ, ഹവയുടെ ഭൂമിയെ, നിന്റെ വെള്ളത്തെ നീ വിഴുങ്ങിക്കൊള്ളുക. വയാ സമാഉ നുഫൂസ് അഖ്ലിഇ, നഫ്സിൻ്റെ ഹവയുടെ ദേഹേച്ഛകളുടെ മഴയെ നീ അവിടെ നിർത്തിക്കൊള്ളുക എന്നുള്ളത്. ഖുർആനിലെ ആയത്തിൻ്റെ ആശയമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഭൂമിയോടും ആകാശത്തിനോടും അള്ളാഹു പറഞ്ഞ വാചകം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ചുരുക്കത്തിൽ ഈ വാചകങ്ങളുടെയൊക്കെ ഉദ്ദേശം സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറി പാപങ്ങൾ ഒഴിവാക്കി കൂടുതൽ പരിശ്രമിച്ച് ഈ റമളാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അത്രയും മഹത്വമുള്ളതാണ് ഈ നോമ്പ് എന്നുള്ള കർമ്മം എന്നാണ്.
അൽ മജ്ലിസു ത്സാനി, രണ്ടാമത്തെ ഫസ്ൽ, ഈ ഒരു ഭാഗത്തിലെ രണ്ടാമത്തെ മജ്ലിസ് ആയിക്കൊണ്ട് പറയുന്നത് ഫി ഫദ്ലിൽ ജൂദ് ഫി റമളാൻ വ തിലാവത്തിൽ ഖുർആൻ. റമളാനിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ഫദ്ലും അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ ഫദ്ലുമാണ് ഇവിടെ പറയുന്നത്. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ കഴിഞ്ഞ മജ്ലിസ് പോലെ തന്നെ ഇതിലും ഒരു ഹദീസ് ആദ്യം കൊടുക്കുകയാണ്. ഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്നവനായിരുന്നു. അഥവാ ആളുകൾക്ക് സമ്പത്തായിട്ടും ഭക്ഷണമായിട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങൾ നൽകുന്നവനായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫി റമളാൻ, ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദാകാറുള്ളത്, ഏറ്റവും ഔദാര്യം ചൊരിയാറുള്ളത് റമളാനിലായിരുന്നു. ഹീന യൽഖാഹു ജിബ്രീൽ ഫയുദാരിസുഹുൽ ഖുർആൻ, ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്ന ഖുർആൻ വീണ്ടും ഓതി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം റമളാനിൽ പറയുന്നുണ്ട് അടുത്ത ഭാഗം, വകാന ജിബ്രീലു യൽഖാഹു ഫി കുല്ലി ലൈലത്തിൻ ഫയുദാരിസുഹുൽ ഖുർആൻ, ജിബ്രീൽ അലൈഹി ഇസ്ലാം റമളാനിൽ എല്ലാ രാത്രിയിലും വരികയും അങ്ങനെ ഖുർആൻ മുറാജ ചെയ്യാറുണ്ടായിരുന്നു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കും, ജിബ്രീൽ അലൈഹി ഇസ്ലാം കേൾക്കും, അങ്ങനെ മുദാറസത്ത് നടക്കാറുണ്ടായിരുന്നു. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീൽ അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസല, എന്നിട്ട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുന്ന ഈ സമയത്ത് അടിച്ചു വീശുന്ന കാറ്റ് പോലെ തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ഔദാര്യം ചെയ്യുക എന്നുള്ളത്, രണ്ട് ഖുർആൻ പാരായണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അൽ ജൂദ് ഹുവ സിഅത്തുൽ അതാഇ വ കസ്റതുഹു വല്ലാഹു തആല യൂസുഫു ബിൽ ജൂദ്. ജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി നൽകുക, ഔദാര്യം ചെയ്യുക, ധാരാളമായി നൽകുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണമായിക്കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ജൂദ് എന്നുള്ളത്. അജ്വദ് എന്നുള്ള പേരൊക്കെ അള്ളാഹുവിൻ്റെ നാമമായിട്ട് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ജൂദ് എന്നുള്ളത്. ഫല്ലാഹു സുബ്ഹാനഹു അജ്വദുൽ അജ്വദീൻ, അള്ളാഹു തആല ഔദാര്യം ചൊരിയുന്നവരിൽ ഏറ്റവും ഔദാര്യം ചൊരിയുന്നവനാണ്. വജൂദുഹു യതളാഅഫു ഫി ഔഖാത്തിൻ ഖാസത്തിൻ കശഹ്രി റമളാൻ, അള്ളാഹു തആലയുടെ ഈ ജൂദ് എന്നുള്ളത്, അള്ളാഹു നൽകുന്ന ഔദാര്യം എന്നുള്ളത് റമളാനിൽ പ്രത്യേകമായിട്ട് ധാരാളമായിട്ട് ഇരട്ടിയായിട്ട് നടക്കുന്നു. വഫീഹി ഉൻസില ഖൗലുഹു തആല, അതാ ഈ റമളാനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് ഇറക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലാണ് സൂറത്തുൽ ബഖറയിലെ 186 വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്, അവരെന്നെ വിളിച്ച് തേടിയാൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ولما كان الله عز وجل قد جبل نبيه عليه السلام على أكمل الأخلاق, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദിനെ പറ്റി പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സംവിധാനിച്ചിട്ടുണ്ട് ഏറ്റവും പരിപൂർണമായ സ്വഭാവം, വഅശ്റഫിഹ, ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. കമാ ഫി ഹദീസിൽ വന്നതുപോലെ, ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നതുപോലെ, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ് വദക്കറഹു മാലികുൻ ഫിൽ മുഅത്ത ബലാഗൻ. ഇമാം മാലിക് ബലഗനി എന്നുള്ള സീഗയിലായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. വേറെയും ഈ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് സൽക്കർമ്മങ്ങളുടെ പൂർത്തീകരണമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായി എന്നുള്ളത് തന്നെ ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്തിനോടാണ്? സൽക്കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനാണ്. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി കുല്ലിഹിം, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു ജൂദ് എന്നുള്ളത് നല്ല സ്വഭാവമാണ്, അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രകൃതിയെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് നല്ല സ്വഭാവങ്ങൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും അധികം ഔദാര്യം ചൊരിയുന്ന ആളായിരുന്നു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂദിൻ്റെ ചില മഹത്വങ്ങൾ പറയുകയാണ്. വകാന ജൂദുഹു ബിജമീഇ അൻവാഇൽ ജൂദ്, എല്ലാ തരത്തിലുമുള്ള ഔദാര്യം ചൊരിയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മിൻ ബദ്രിൽ ഇൽമി വൽ മാൽ, ഇൽമും മാലും ചെലവഴിച്ചുകൊണ്ട്, അഥവാ ജനങ്ങൾക്ക്, ഒരു സമൂഹത്തിൽ ആളുകൾക്ക് ഷറഫ് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഇൽമും മാലുമാണ്. ഏതൊരു സമൂഹം എടുത്തു നോക്കിയാലും അതിൽ അറിവുള്ളവരും സമ്പത്തുള്ളവരുമായിരിക്കും ഷറഫുണ്ടാവുക, ശ്രേഷ്ഠതയുണ്ടാവുക. ആളുകളുടെ ഇടയിൽ സ്ഥാനം, ബഹുമാനവും ആദരവൊക്കെ കിട്ടുന്ന ആളുകൾ ഈ രണ്ടെണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളോട് അസൂയ വെക്കാം, ഗിബ്ദത്ത് വെക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് ഉപദ്രവം ഉണ്ടാവണമെന്നല്ല, അതുപോലെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇൽമും മാലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമു, ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടും ജൂദ് കാണിക്കുന്ന ആളാണ്, സമ്പത്ത് നൽകിയിട്ടും അതെ. വബദ്രി നഫ്സിഹി ലില്ലാഹി ഫീ ഇദ്ഹാരി ദീനിഹി വഹിദായത്തി ഇബാദിഹി വഈസാലി النفع ഇലൈഹിം ബികുല്ലി തരീഖ മിൻ ഇത്ആമി ജാഇഹിം വവഅദി ജാഹിലിഹിം വഖളാഇ ഹവായിജിഹിം വതഹമ്മുലി അത്ഖാലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തന്നെ സമർപ്പിക്കാറും നൽകാറുമുണ്ടായിരുന്നു. ദീനിൻ്റെ ഏത് കാര്യത്തിനു വേണ്ടിയിട്ടും, ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ, ആളുകൾക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യത്തിന്, പട്ടിണി ഇറക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ, അറിവില്ലാത്തവർക്ക് ഉപദേശം നൽകാൻ, ആളുകളുടെ ഭാരം ഒഴിവാക്കാൻ, എന്ത് തരത്തിലുള്ള ഉപകാരത്തിന് വേണ്ടിയിട്ടും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാറുണ്ടായിരുന്നു. വലം യസൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാദിഹിൽ ഖിസാലിൽ ഹമീദ മുൻദു നശഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതലേ, സൃഷ്ടിക്കപ്പെട്ട മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സ്വഭാവ ഗുണങ്ങളുണ്ട്. ആളുകളെ സഹായിക്കുന്ന, ഉപകാരം ചെയ്യുന്ന, അങ്ങനെയുള്ള സ്വഭാവ ഗുണമുണ്ട്. വലിഹാദാ ഖാലത് ലഹു ഖദീജ റളിയല്ലാഹു അൻഹാ ഫി അവ്വലി മബ്അസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ സമയത്ത് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട സമയത്ത് ഭയപ്പാടോടുകൂടി ഓടി വന്ന് ഭാര്യയുടെ അടുക്കിലേക്ക് വന്ന് ജമ്മിലൂനി, എന്നെ പുതപ്പിക്കൂ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന സമയത്ത്, അന്നെന്താണ് ഇത് നുബുവത്താണെന്നോ റസൂലാവാണോ ഒന്നും അറിയില്ല. അപ്പോൾ 40 വയസ്സുണ്ട്, ഖദീജ ബീവി ഭാര്യയാണ്. ആ ഖദീജ ബീവി സമാധാനിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നോക്കൂ. വല്ലാഹി, അല്ലാഹു ആണ്, ലാ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹു നിങ്ങളെ കൈവിടൂല, അല്ലാഹു നിങ്ങളെ നിന്ദനാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല, അല്ലാഹു നിങ്ങളെ ഒരിക്കലും ഒഴിവാക്കൂല. ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഖരി ദൈഫ്, അതിഥിയെ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കുന്ന, സൽക്കരിക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റി സഹായിക്കുന്ന ആളാണ്. വതക്സിബുൽ മഅദൂം, ആളുകൾക്ക് മറ്റു പല രീതിയിലും തടസ്സം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഹക്കിൻ്റെ ഏതൊരു കാര്യത്തിനും, സത്യത്തിൻ്റെ ഭാഗത്ത് ഏതൊരു കാര്യത്തിനും സഹായത്തിനായി നിൽക്കുന്ന ആളാണെന്ന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖദീജ ബീവി പറഞ്ഞ ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, വഹീൻ്റെ ബാബിലായിക്കൊണ്ട്. കാരണം വഹി ഇറങ്ങിയ സമയത്ത് ഖദീജ ബീവി പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ സമാധാനിപ്പിക്കണമെങ്കിൽ എത്ര നല്ല ഗുണങ്ങളുള്ള ആളായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രകൃതിയാ തന്നെ നുബുവത്തിന് മുമ്പ് തന്നെ, റിസാലത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഭാവമുള്ള ആളാണ്. ثم تزايدت هذه الخصال فيه صلى الله عليه وسلم بعد البعثة وتضاعفت أضعافا كثيرة. പിന്നീട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിക്കൊണ്ട് നിയോഗിക്കുന്നു. ആ റസൂലായി നിയോഗിച്ചപ്പോൾ എന്തുണ്ടായത്? ഈ ഗുണങ്ങൾ, ഈ നല്ല ഗുണങ്ങൾ അത് വർദ്ധിച്ചു, അത് ഇരട്ടിയായിക്കൊണ്ട് അത് കൂടുതൽ നല്ല രീതിയിൽ ഉണ്ടാവുകയും കൂടുകയുമാണ് ചെയ്തത്. വഫി സ്വഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വഅശ്ജഅൻ നാസി വഅജ്വദൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായിരുന്നു. സൗന്ദര്യം കൊണ്ടാവട്ടെ, സ്വഭാവം കൊണ്ടാവട്ടെ, എല്ലാം കൊണ്ട് ഉത്തമനായിരുന്നു. വഅശ്ജഅൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ധീരനായിട്ടുള്ള ആളായിരുന്നു. വഅജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യം ചൊരിയുന്ന ആളായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, സാധാരണ ഒരു സമൂഹത്തിൻ്റെ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ അവരേറ്റവും സൗഖ്യത്തിലും അവരേറ്റവും ഇതുപോലെയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി ഒപ്പം കൂടിയതാണ്. ഹിജറ ചെയ്ത് വന്നപ്പോൾ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ മോനെ കൊണ്ടാക്കി റസൂലുള്ളാഹിൻ്റെ അടുക്കൽ, ഇത് നിങ്ങൾക്ക് ഖാദിമായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണി ചെയ്തുകൊണ്ട് സഹായം ചെയ്തുകൊണ്ട് അവിടെ ഉണ്ട്, പഠിച്ചുകൊണ്ടൊക്കെ.
എന്നിട്ടും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. ചെയ്യാത്തൊരു കാര്യം എന്തേ ചെയ്യാഞ്ഞ്, ചെയ്ത ഒരു കാര്യം എന്തിനാ ചെയ്ത് എന്ന നിലക്ക് ഒരു ചീത്ത പറഞ്ഞിട്ടില്ല. ആരിൽ നിന്ന് അങ്ങനെ കേൾക്കാൻ സാധിക്കുക? 10 വർഷം ഒരാളുടെ കൂടെ നിന്നിട്ട് അയാളിൽ നിന്ന് ഒരു മോശപ്പെട്ട വാക്കോ അനുഭവമോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല സ്വഭാവമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അന്നാസ്, ഏറ്റവും ധീരനായിരുന്നു. യുദ്ധത്തിനും മറ്റുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഇറങ്ങി നിൽക്കാറുണ്ടായിരുന്നു. പിന്നെ സ്വഹാബികൾ അവർ മുൻപിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണമായിട്ട് പിന്നിലേക്ക് ആക്കാറാണ്. ഒരിക്കൽ മദീനത്ത് രാത്രിയിൽ ഒരു ശബ്ദമുണ്ടായപ്പോൾ ആളുകളെല്ലാം ആ ശബ്ദമുണ്ടാകിയ സ്ഥലത്ത് ഓടി പോയി എന്താണ് നോക്കാൻ വേണ്ടിയിട്ട്, എന്താണ് പ്രശ്നം. അപ്പോൾ ആളുകൾ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചിങ്ങോട്ട് വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോയിട്ടുണ്ട് എന്താണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം ധീരതയുള്ള ആളായിരുന്നു. അതുപോലെ വജിവദന്നാസ് കൂടുതൽ വരുന്നുണ്ട്, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന ആളായിരുന്നു. വഫി സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിൽ കാണാം അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുകയാണ്, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇസ്ലാം ഷൈഇൻ ഇല്ലാ അതാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാതെ ഇരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നൽകാതെ കൊടുക്കാതിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുക്കാറുണ്ടായിരുന്നു. ഫജാഅഹു റജുലുൻ ഫഅതാഹു ഗനമൻ ബൈന ജബലൈൻ. ഒരിക്കൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ചോദിച്ചു. പിന്നെ ആ വ്യക്തിക്ക് 2 പർവ്വതങ്ങളുടെ ഇടയിൽ കൊള്ളുന്ന അത്ര ആടിനെ നൽകി. ഫറജഅ ഇലാ ഖൗമിഹി. അങ്ങനെ ആ വ്യക്തിയുടെ സമൂഹത്തിലേക്ക് പോയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫഖാൽ യാ ഖൗം, കൂട്ടരെ, അസ്ലിമു, നിങ്ങൾ മുസ്ലിങ്ങളായിക്കോളീം. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫാഖത. മുഹമ്മദ് അവിടെ അതാ നൽകുന്നുണ്ട്, ഇസ്ലാമൊക്കെ സ്വീകരിക്കുന്നവർക്ക് നൽകുന്നുണ്ട്. തീർന്നു പോകും, ഇല്ലാതായി പോകുമെന്ന് ഭയപ്പെടാത്ത ഒരാൾ നൽകുന്നത് പോലെയാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. ഫി റിവായത്തിൻ ലഹു, മറ്റൊരു റിവായത്തിൽ ഈ സംഭവം കാണാം, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനമൻ ബൈന ജബലൈൻ. ഒരിക്കൽ ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 പർവ്വതങ്ങൾക്കിടയിൽ ആടുകളെ ചോദിച്ചു. ഫഅതാഹു ഇയ്യാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അത് കൊടുത്തു. ഫഅതാ ഖൗമഹു. അങ്ങനെ അയാളുടെ കൂട്ടരുടെ അയാളുടെ നാട്ടിലേക്ക് പോയി, സമൂഹത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, ഫഖാല യാ ഖൗം, കൂട്ടരെ, അസ്ലിമു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖാഫുൽ ഫഖ്റ. മുഹമ്മദ് അതാ നൽകുന്നുണ്ട്, ദാരിദ്ര്യം പേടിക്കാത്ത ഒരാൾ നൽകുന്നവനെ പോലെയാണ് നൽകുന്നത്. ഖാല അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇൻ കാന റജുലു ലയുസ്ലിമു മാ യുരീദു ഇല്ല ദുനിയ. ഒരു വ്യക്തി അവൻ ദുനിയാവ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇസ്ലാം സ്വീകരിക്കണുള്ളൂ വെക്കുക, ദുനിയാവ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ വെക്കുക. ഫമാ യുംസി ഹത്താ യകൂനൽ ഇസ്ലാമു അഹബ്ബ ഇലൈഹി മിനദ് ദുനിയ വമാ അലൈഹാ. അവന് കുറച്ച് കഴിഞ്ഞാൽ അവന് വൈകുന്നേരമാകാൻ സാധിക്കില്ല. അവന് മറ്റെന്തിനേക്കാളും, ദുനിയാവിലുള്ളതിൽ എന്തിനേക്കാളും ഇസ്ലാം അവന് ഏറ്റവും ഇഷ്ടമുള്ളതാകാതെ എന്നുള്ളത്. ഇന്ന് പലപ്പോഴും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളെ തീരെ വിശ്വാസമില്ലാതെ, പിന്നെ അവർക്കൊന്നും നൽകേണ്ടതില്ല, നൽകാൻ മടി കാണിക്കുന്ന ഒരവസ്ഥ കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ഉണ്ടാകാം, കബളിപ്പിക്കാനും പറ്റിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടായേക്കാം. പക്ഷേ ആ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നുള്ളതും അതുപോലെ തന്നെ അവർക്ക് നൽകുക, സഹായിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു. അവർ ഏത് ആവശ്യത്തിന് ചോദിച്ചാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുണ്ടായിരുന്നു. അവരാ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കട്ടെ എന്നുള്ള നിലക്ക്. വ്യക്തമായിട്ടും പിന്നെ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കുന്നവരെ സഹായിക്കണമെന്നുള്ളതല്ല, പക്ഷെ അർഹതപ്പെട്ട ആളുകൾക്ക് പോലും തടയപ്പെടുന്നൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. വഫീഹി ഐമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ഇസ്ലാമിൻ്റെ പേരിൽ നൽകിയ വേറെ ചില സംഭവങ്ങൾ കാണാം. അൻ സഫ്വാൻ ഇബ്നു ഉമയ്യ പറയുകയാണ്, അദ്ദേഹം മക്കം ഫത്തഹിൻ്റെ ശേഷം, പിന്നെ മക്കം ഫത്തഹിന് നിർബന്ധിതനായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഗനീമത്ത് സ്വത്തിലൊക്കെ ധാരാളം കിട്ടിയ ആളാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വാണിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ച, മക്കം ഫത്തഹിന് കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, ഇതേ വഴിയുള്ളൂ നിലക്കൊക്കെ ഇസ്ലാം സ്വീകരിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. അതേ സഫ്വാൻ ഇബ്നു ഉമയ്യ പറയുകയാണ്, ഖാല ലഖദ് അഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഅതാനി. റസൂൽ എനിക്ക് ധാരാളം നൽകിയിട്ടുണ്ടായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചിട്ട് ധാരാളം നൽകിയിട്ടുണ്ടായിരുന്നു. വ ഇന്നഹു ലമിൻ അബ്ഗദിൻ നാസി ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും വെറുപ്പുള്ള, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആളായിരുന്നു. ഫമാ ബരിഹ യുഅതീനി ഹത്താ ഇന്നഹു ലഹബ്ബുൻ നാസി ഇലൈഹി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നത് പോലെ ആയിത്തീർന്നു. ഖാല ഇബ്നു ശിഹാബ് പറയാണ്, അഅതാഹു യൗമ ഹുനൈനിൻ മിഅതൻ മിനൻ നഅം ثم 100 ثم 100. ഈ സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് ഹുനൈൻ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞിട്ട് 100 ആടുകളെ കൊടുത്തു. പിന്നെയും ചോദിച്ചപ്പോൾ പിന്നെയും 100 ആടുകളെ കൊടുത്തു. പിന്നെയും ചോദിച്ചപ്പോൾ പിന്നെയും 100 ആടുകളെ കൊടുത്തു. അങ്ങനെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഹുനൈൻ യുദ്ധത്തിലുണ്ടായ ഒരു മഹത്തായ ഒരു സംഭവമാണ്. ഒരു മുസ്ലിം ചിന്തിക്കേണ്ട, അവൻ ദീന് ജീവിക്കുന്ന കാലത്തോളം അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന മക്കയിലുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് കണ്ടപ്പോൾ ആ സമയത്ത് മദീനത്ത് നിന്ന് വന്ന ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അൻസാരികൾക്കിടയിൽ ഒരു വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിലെത്തിയപ്പോൾ, സ്വന്തം കുടുംബത്തിലെത്തിയപ്പോൾ അവർക്കൊക്കെ കൊടുക്കുകയാണ്, നമുക്കൊന്നും കിട്ടുന്നില്ല. അതൊരു ചർച്ചയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഈ വാർത്ത കേട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ അടുക്കിലേക്ക്, മദീനത്ത് നിന്ന് ആളുകളിലേക്ക് വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടും ഒട്ടകവും കുതിരയും അതുപോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ദുനിയാവിയായ കാര്യങ്ങൾ അവർ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ പോരെ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ പോരെ എന്നുള്ളത്. ഞാനിവിടെ നിൽക്കൂല. കാരണം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയ ഒരു നാട്, അത് എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും എത്ര ഉത്തമമായിട്ടുള്ളതാണെങ്കിലും അതിലേക്ക് പിന്നെ മടങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഹിജറ ചെയ്യപ്പെട്ട ഒരു നാട്ടിലേക്ക് പിന്നെ മടങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു, സ്വഹാബികൾ അങ്ങനെ മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അവിടെ തന്നെ മരണപ്പെടുന്ന, അപ്പോൾ പ്രത്യേകിച്ചും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വന്ന് രോഗിയായിട്ട് അവിടെ മരണപ്പെടും എന്ന അവസ്ഥ എത്തിയപ്പോൾ അതിലുള്ള വിഷമം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയൊരു സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവരുതേ. അത് മക്കൾക്ക് ഫളില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി അവർ ഒഴിവാക്കി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയ എന്തെല്ലോ കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ പാപങ്ങളായിരിക്കാം, എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അതിനോട് വീണ്ടും നമുക്ക് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത്, മക്ക വീണ്ടും അതിലേക്ക് താമസിക്കാൻ വരാൻ തടസ്സമായിട്ടുള്ളത് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയ കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയ ഒരു ഹറാമിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങുക എന്നുള്ളതോ സാന്ദർഭികമായി ഓർപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ പറഞ്ഞത് സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയതാണ് ഇസ്ലാമിൻ്റെ പേരിൽ. അപ്പം അങ്ങേറ്റം നൽകുമായിരുന്നു. വഫി സഹീഹൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അൻസാരികളോട് ഈ വാക്ക് പറയുമ്പോൾ പിന്നെ അൻസാരികൾ കരയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ദീനിൽ വളരും തോറും, ദീന് നമ്മൾ പരിശീലിച്ച് കൂടുതൽ പണിയെടുത്ത് വളരും തോറും നമുക്കുണ്ടാകേണ്ട മാറ്റം ഭൗതികമായ വിഭവങ്ങളിൽ നിന്നല്ല. ഭൗതികമായ വിഭവങ്ങളല്ല. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ദീനിലേക്ക് ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ എന്തെങ്കിലും ദുനിയാവിൻ്റെ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അള്ളാഹിനനുസരിച്ച് ജീവിക്കണം, അതുകൊണ്ട് അള്ളാഹിനനുസരിച്ച് ജീവിക്കാം എന്ന നിലക്കായിരിക്കും ഹറാമുകളൊക്കെ ഒഴിവാക്കി ഒരാൾ ദീനനുസരിച്ച് ജീവിക്കുക. പിന്നെ ദീനിൽ വളരും തോറും അതല്ല ആവേണ്ടത്. ദുനിയാവിൻ്റെ കാര്യങ്ങളല്ല, അള്ളാഹിലേക്ക് എങ്ങനെ അടുക്കാം, കൂടുതൽ അള്ളാഹിലേക്കും റസൂലിലേക്കും എങ്ങനെ അടുക്കാം, അതിന് ദുനിയാവിൽ എന്തൊക്കെ പോയാലും വേണ്ടില്ല, നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അതിനെന്താണ് മാർഗമുള്ളത്, അത് ആ ലക്ഷ്യമായിക്കൊണ്ട്, ഉദ്ദേശമായിക്കൊണ്ട് ദീനിൽ വളരും തോറും മാറി വരിക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തുടക്കത്തിൽ ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. പക്ഷെ കൂടുതൽ ദീനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മുടെ ഖൽബ് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കണം. വഫി സഹീഹൈൻ. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അൻ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൽ അഅറാബ അലിഖു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർജിഅഹു മിൻ ഹുനൈൻ യസ്അലൂനഹു അൻ യഖ്സിമ ബൈനഹും. അഅറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധം, മക്ക ഫത്ത് കഴിഞ്ഞിട്ടുണ്ടായ സഖീഫ് ഗോത്രവുമായിട്ടുണ്ടായ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. അപ്പോൾ അതിൽ കുറേ അഅറാബികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന അഅറാബികൾ, മദീനത്തുനിന്നും ഇനി മക്കത്ത് അവിടെയുള്ള കുറേ അഅറാബികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഹുനൈൻ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്തൊക്കെ വീതിക്കാൻ നിൽക്കുന്ന സമയത്ത് അറാബികൾ ചെന്നിട്ട്, അറാബികൾക്ക് പ്രത്യേകിച്ച് ഭരണാധികാരിയാണെങ്കിലും പണ്ട് കാലം മുതലേ അറാബികൾ നേരെ പേര് വിളിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തടഞ്ഞു നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, ഈ അവരുടെ ഇടയിൽ ഈ വസ്തുക്കളൊക്കെ വീതിച്ചു കൊടുക്കണം എന്നുള്ളത്. കാരണം അവർക്ക് അത്ര ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ, ഭൗതികമായിട്ട് കിട്ടിയാൽ തന്നെ തൃപ്തിപ്പെടുന്ന ആളുകളാണ്. فقال لو كان لي عدد هذه العظاه نعما. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തായിഫ് ഭാഗത്താണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത്, അവിടെ കുറേ ചെടികളും മറ്റുമൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ ചെടികളെയും വൃക്ഷങ്ങളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത്രത്തോളം
എൻ്റെ അടുക്കൽ ഒട്ടകമുണ്ട് എന്ന് വിചാരിക്കുക, അതായത് ചെടികളും മറ്റും ഇതൊക്കെ കാണിച്ചിട്ട് ഇത്ര എണ്ണത്തിൽ എൻ്റെ കയ്യിൽ ഒട്ടകം ഉണ്ടെങ്കിൽ ഖസംതുഹു ബൈനക്കും, ഞാനത് നിങ്ങൾക്ക് വിധിച്ചു നൽകും. ثم لا تجدوني بخيلا ولا كذوبا ولا جبانا, നിങ്ങൾ ഒരിക്കലും എന്നെ പിശുക്കനായിട്ടോ കള്ളം പറയുന്നവനായിട്ടോ കള്ളനായിട്ടോ അല്ലെങ്കിൽ ഭീരുവായിട്ടോ നിങ്ങൾ കാണൂല, എനിക്കത് നിങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പോൾ അത് വേണമെങ്കിൽ ഇതൊക്കെ ഭരണാധികാരി എന്ന നിലക്ക് എനിക്ക് അവകാശപ്പെട്ടതാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് വെക്കാം, ആരും ചോദിക്കാനുണ്ടാവില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ പിശുക്കനായിട്ട് നിങ്ങൾ കാണൂല, എന്നെ ഒരു ഭീരുവായിട്ട് നൽകാൻ ഭീരുത്വം കാണിക്കുന്ന സമ്പത്തിലുള്ള ഭീരുത്വമാണ് പിശുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ എന്നെ ഭീരുവായിട്ട് നിങ്ങൾ കാണൂല എന്ന് പറഞ്ഞു. വഫീഹിമ, അതുപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ عن جابر رضي الله عنه قال ما سئل رسول الله صلى الله عليه وسلم شيئا فقال لا, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല തരാൻ പറ്റൂല ഇല്ല എന്ന് എനിക്ക് പറയാറില്ല, ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആരും കിട്ടാനുള്ള വഴി ഉണ്ടാക്കും, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പ്രതീക്ഷിക്കുന്ന വാക്ക് പറയും. വന്നഹു ഖാല ലി ജാബിരിൻ, ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ലൗ ജാഅനാ മാലുൽ ബഹ്റൈൻ, ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്ത് നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ, ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബഹ്റൈൻ അല്ല, അന്നത്തെ ഒരു പ്രദേശം, അവിടെ നിന്നുള്ള പിന്നെ ജിസിയ ആയിട്ടും മറ്റുള്ളതോ ആയിട്ടുള്ള അവിടുത്തെ വരുമാനം വന്നാൽ, ലഖദ് അഅതൈതുക ഹാകദാ വഹാകദാ വഹാകദാ ഖാല ബിയദീഹി ജമീഅൻ യദൈഹി ജമീഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഞാൻ നിനക്ക് ഇത്ര 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 നൽകും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ കൊടുക്കാനില്ല, പക്ഷേ ഇല്ല എന്ന് പറയുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷയേകുന്ന ഒരു വാക്ക്, സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ലഭിക്കാനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഇന്ന ആളടുത്ത് ഉണ്ടാവും എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. വഖറജൽ ബുഖാരി മിൻ ഹദീസ് സഹൽ ഇബ്നു സഅദ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂദിനെ പറ്റി പറയാട്ടോ, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം കാണിക്കുന്ന ആളായിരുന്നു റമദാനിൽ അല്ലാത്തപ്പോൾ തന്നെ. മറ്റൊരു ഹദീസിൽ കാണാം, അന്ന ശംലത നുഹദിയത് ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വസ്ത്രം, ഒരു മേൽവസ്ത്രമായിക്കൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം നൽകപ്പെട്ടു. ഫലബിസഹ വഹുവ മുഹ്താജുൻ ഇലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ആവശ്യക്കാരനായിരുന്നു, വേറെ അങ്ങനെ വസ്ത്രമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഫസഅലഹു ഇയ്യാഹ റജുലുൻ ഫഅതാഹു, പക്ഷേ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ആവശ്യപ്പെട്ടു, അത് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഫലാമഹുന്നാസ്, പക്ഷേ ആ വ്യക്തിയെ ജനങ്ങൾ ആക്ഷേപിച്ചു, നബിക്ക് ആവശ്യമുള്ള സാധനമായിരുന്നു. ഫഖാലു കാന മുഹ്താജൻ ഇലൈഹ, ആളുകൾ അവനോട് പോയി പറഞ്ഞു, നബിക്ക് ആവശ്യമുള്ള സാധനമായിരുന്നു, ചോദിക്കാൻ പാടില്ലായിരുന്നു നിലക്കൊക്കെ പറഞ്ഞു. വഖദ് അലിംത അന്നഹു ലാ യറുദ്ദു സായിലൻ, എനിക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളിക്കളയൂല, ചോദിക്കുന്ന ആളെ ഒന്നും കൊടുക്കാതെ വിടൂല എന്ന് അറിയണോണ്ട് തന്നെ എനിക്ക് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവശ്യമുള്ള കാര്യമായിരുന്നു. ഫഖാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇന്നമാ സഅൽതുഹാ ലിതകൂന കഫനി ഫകാനത് കഫനഹു, അത് ആ വ്യക്തി പറഞ്ഞു, ഞാനത് ചോദിച്ചത് എൻ്റെ കഫൻ തുണിയായിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഞാൻ എൻ്റെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച് വസ്ത്രം കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് ആളുകൾ ചെയ്യാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സാധനങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൻ്റെ വസ്തുക്കൾക്കൊക്കെ ബർക്കത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുടി വടിക്കുന്ന സമയത്ത് അത് എടുത്തു വെക്കുമായിരുന്നു. അത് ഖാലിദ് ബിൻ വലീദ് അവിടുത്തെ യുദ്ധത്തിന് അണിയുന്ന ഹെൽമെറ്റ് പോലെ ധരിക്കുന്നതിൽ അത് വെക്കാറുണ്ടായിരുന്നു. പലരും അവരുടെ കഫൻ തുണിയിൽ അത് വെക്കാറുണ്ടായിരുന്നു. അതുപോലെ ഉപയോഗിച്ച വസ്ത്രം കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുത്തു വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കഫൻ തുണി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അതായിരുന്നു ആ വ്യക്തിയുടെ കഫൻ തുണിയായിട്ട് പിന്നീട് ഉപയോഗിച്ചത്. വകാന ജൂദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹു ലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യമെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. വഫിബ്തിഗാഇ മർളാതി, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്. ഫഇന്നഹു കാന യബ്ദുലുൽ മാല ഇമ്മാ ലിഫഖീരിൻ ഔ മുഹ്താജിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പത്ത് ചെലവഴിക്കാറുള്ളത് ഒന്നെങ്കിൽ ദരിദ്രന്മാർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക്, പിന്നെ ഇവർക്കൊക്കെ ചെലവഴിക്കാറുണ്ടായിരുന്നു. ഔ യുൻഫിഖുഹു ഫീ സബീലില്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദിന് പോകുമ്പോൾ യുദ്ധത്തിന് ആവശ്യമായ നിലക്ക്. ഔ യതഅല്ലഫു ബിഹി അലൽ ഇസ്ലാമി മൻ യഖ്ബൽ ഇസ്ലാമു ബി ഇസ്ലാമിഹി, ഒരാൾ ഇസ്ലാമിലേക്ക് അടുത്തുക അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരിക, അവൻ്റെ ഇസ്ലാം ഉറപ്പിക്കാൻ വേണ്ടി ശക്തിപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? നൽകാറുണ്ടായിരുന്നു. വകാന യുസിറു അലാ നഫ്സിഹി വ അഹ്ലിഹി വ ഔലാദിഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തിന് ആവശ്യമുണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിനേക്കാളും മക്കളെക്കാളും എല്ലാം മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്നതിൽ പ്രാതിനിധ്യം കൊടുക്കാറുണ്ടായിരുന്നു. ഫയുഅതി അതാഅൻ യഅജിസു അൻഹുൽ മുലൂകു മിസ്ലു കസ്റ വഖൈസർ വയഈശു ഫീ നഫ്സിഹി ഐശൽ ഫുഖറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ഫയുഅതി അതാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ടായിരുന്നു. യഅജിസു അൻഹുൽ മുലൂകു മിസ്ലുൽ കിസ്റ വഖൈസർ, റോമിലെയും പേർഷ്യയിലെയും രാജാക്കന്മാർക്ക് പോലും സാധിക്കാത്ത രീതിയിൽ, അവർക്ക് കഴിയാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഔദാര്യം ചൊരിയാറുണ്ടായിരുന്നു. വയഈശു ഫീ നഫ്സിഹി ഐശൽ ഫുഖറാ, എന്നിട്ട് അവിടുന്ന് സ്വന്തത്തിൽ ദരിദ്രനായിക്കൊണ്ട് ദരിദ്രന്മാരെ പോലെ ജീവിക്കാറുമുണ്ടായിരുന്നു. എവിടുന്ന് കാണാൻ സാധിക്കും ഇങ്ങനൊരു നേതാവിനെ? ഈ ലോകത്തുണ്ടായ സമൂഹങ്ങളെ എടുക്കുക, ഈ ലോകത്തുണ്ടായ പിന്നെ ഏത് കൂട്ടരെടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ എല്ലാ മേഖലയിലും പരിപൂർണനായിക്കൊണ്ട്, ചിലപ്പോൾ ഒരു മേഖലയിലുണ്ടാകും, ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടാവും, പക്ഷേ അയാൾക്ക് വേറെ മേഖലയിൽ ഒരുപാട് കുറവുകളുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലുണ്ടാവും. അപ്പോൾ എല്ലാ മേഖലയിലും ഒരുപോലെ ഇത്രയധികം മഹത്തരമായ സ്വഭാവമുള്ള ഗുണവിശേഷണമുള്ള ഒരു നേതാവും ഒരു മനുഷ്യനും ഒരു സൃഷ്ടിയും ഇവിടെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. അത്രയും മഹത്തായ സ്വഭാവ ഗുണങ്ങളുള്ള ആളായിരുന്നു. ഫയഅതി അലൈഹി ശഹ്റു വശഹ്റാനി ലാ യൂഖദു ഫീ ബൈതിഹി നാറുൻ. നബി സല്ലല്ലാഹു പറഞ്ഞില്ലേ, മറ്റുള്ളവർക്ക് ഇത്ര കൊടുക്കാറുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ 1-2 മാസം വേവിച്ച് കഴിക്കാനുള്ള ഭക്ഷണ സാധനം ഉണ്ടാവില്ല. വേവിച്ച് കഴിക്കുക എന്നുള്ളത് അഥവാ പഴങ്ങളും ഒറ്റമല്ലാത്ത വേവിച്ച് കഴിക്കാൻ ഉള്ള മാംസമോ റൊട്ടിയോ ഒന്നും ഉണ്ടാക്കാൻ പോലും അടുപ്പ് കത്തിക്കാറുണ്ടായിരുന്നില്ല. വറുബ്ബമാ റബത അലാ ബത്നിഹിൽ ഹജറ മിനൽ ജൂഅ. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കാരണത്താൽ കല്ല് വയറ്റത്ത് കെട്ടിവെക്കുമായിരുന്നു. അത് അന്ന് കാലത്ത് എന്തോ ചെയ്തിരുന്ന രീതിയാണ്. നേരവണ്ണം നിൽക്കാനോ അതോ വിശപ്പറിയാതിരിക്കാനോ ഉള്ള രീതിയായിരിക്കണം, അല്ലാഹു അലം. വകാന ഖദ് അതാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സബിയുൻ മറത്തൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരു അടിമയെ കിട്ടി, ബന്ധിതനായിക്കൊണ്ട് അടിമകളെ കിട്ടി. ഫശക്കത് ഇലൈഹി ഫാത്തിമതു മാ തൽഖാ മിൻ ഖിദ്മത്തിൽ ബൈത്ത്. ആ സമയത്താണ് ഫാത്തിമ ബീവി കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഫാത്തിമ ബീവി വീട്ടിൽ പണിയൊക്കെ എടുത്ത് അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പണിയെടുത്താൽ, അലി റളിയല്ലാഹു വലിയ സമ്പന്നനൊന്നുമല്ല, അപ്പോൾ ജോലിക്കാരൊന്നുമില്ല. അപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ എടുത്തിട്ട് അലി റളിയല്ലാഹുവിൻ്റെ മൃഗങ്ങൾക്ക് ഉള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് പണിയെടുത്തിട്ട് ആരാന്ന് ആലോചിക്കണം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു രാജ്യത്തിൻ്റെ അധികാരിയുടെ മകളാണ്. പണിയെടുത്തിട്ട് ബുദ്ധിമുട്ടായിട്ട് കൈയൊക്കെ പൊട്ടി പണിയെടുക്കാൻ ആകെ ക്ഷീണമായി. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, റസൂലിനോട് പോയി ചോദിച്ചു നോക്കുക എന്തെങ്കിലും അടിമയെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ തന്നെ ചോദിച്ചു നോക്ക്. അങ്ങനെ അടിമ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മകള് ഫാത്തിമ ബീവി ചെന്നിട്ട് പറഞ്ഞു, ജോലിക്ക് പിന്നെ ഒരു അടിമയെ തരാൻ പറ്റുമോ ചോദിച്ചു. വതലബത് മിൻഹു ഖാദിമൻ യക്ഫീഹ മഊനത ബൈത്തിഹ. വീട്ടിലത്തെ സഹായത്തിന് മാത്രം മതി, വീട്ടിലെ പണിയെടുക്കാൻ സഹായം ചെയ്യാൻ ഒരടിമയെ തരുമോ എന്ന് ചോദിച്ചു. ഫഅമറഹ അൻ തസ്തഈന ബിത്തസ്ബീഹ് വത്തക്ബീർ വത്തഹ്മീദ് ഇൻദ നൗമിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്തത് തസ്ബീഹും തക്ബീറും തഹ്മീദും. അലി റളിയല്ലാഹുവിൻ്റെയും ഫാത്തിമയുടെയും വീട്ടിലേക്ക് രാത്രി പോയിട്ട് രണ്ടുപേരും കിടക്കുകയാണ്. അപ്പോൾ അവരുടെ നടുവിൽ അവിടെ കാല് വെച്ചിരുന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പേ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ, ചില റിവായത്തിൽ 33 അല്ലാഹു അക്ബറും പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 34 അല്ലാഹു അക്ബർ എന്നുള്ള റിവായത്ത് കാണാം. ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുക എന്ന് രണ്ടുപേരോടും പറഞ്ഞു. പിന്നീട് ഫാത്തിമ ബീവിയുടെ ജോലി എളുപ്പമാകാൻ അത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് ഫാത്തിമ ബീവി പറഞ്ഞിട്ടുണ്ട്. വക്കാല, പക്ഷേ ഈ ആളുകളെ കൊടുക്കാതിരിക്കാൻ, അടിമകളെ കൊടുക്കായിരുന്നു, അവിടെ അടിമ ഉണ്ടായിരുന്നു പക്ഷെ കൊടുക്കായിരുന്നു, അത് മകളാണ്, കൊടുക്കാമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഉതീക വഅദഉ അഹ്ല സുഫ തുത്വാ ബുതൂനുഹും മിനൽ ജൂഅ്. അഹ്ലു സുഫ, പള്ളിയിൽ വീടും ഇതൊന്നും ഇല്ലാതെ കാര്യമായിട്ട് വരുമാനമൊന്നുമില്ലാതെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട സാധുക്കളായ ആ സ്വഹാബികൾ അവിടെ വയറ് പട്ടിണിയായിട്ട് ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഞാൻ നിനക്ക് അടിമയെ തരൂല മോളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് പറഞ്ഞ സംഭവം കാണാം. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. എന്നിട്ട് മുർജബിൾ പറയുകയാണ്, വകാന ജൂദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യതളാഅഫു ഫീ ശഹ്രി റമളാൻ. ഇത്രയും ഔദാര്യം ചൊരിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഔദാര്യം റമളാനിൽ വളരെയധികം അധികരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. റമളാനിൽ അല്ലാത്തപ്പോൾ ഉള്ളത് അവിടെ പറഞ്ഞത്. റമളാനിൽ
വളരെയധികം അധികരിക്കാറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.